സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ആത്മാവിൽ നമ്മെ നയിക്കുന്ന ത്രിത്വൈക ദൈവ സാന്നിധ്യം നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഈശോയുടെ വാക്കുകളാണ്, ഭൂമിയിൽ ഞങ്ങൾ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും ഞാൻ അവിടെ ഉണ്ട് നിങ്ങളുടെ നടുവിൽ. ആത്മാവിൽ, നമ്മുടെ ആത്മാവിൽ ആത്മാവായി വസിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മൾ വിശ്വസിക്കണം. കാരണം അവൻ നമ്മളെ സ്വന്തമാക്കിയതാണ്, അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്, അവൻ നമ്മളുമായുള്ള ബന്ധമാണ്. നമ്മൾ വിലയ്ക്ക് വാങ്ങിയതൊക്കെ നമ്മുടേതല്ല. നമ്മളിപ്പം പറയും നമ്മളുടെ സ്വന്തമാണ്. നമ്മൾ വിലയ്ക്ക് വാങ്ങിയത് നമ്മുടേതാണെന്ന് പറയുന്നത് പോലെ നിരന്തരം ദൈവം നമ്മളുടേത്, നീ എൻ്റേതാണ് കുഞ്ഞേ, നീ എൻ്റേതാണ്, എൻ്റേത് മാത്രമാണെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, ഒരു മനോഭാവം ദൈവത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദൈവം നമ്മളെ നിരന്തരം പിന്തുടരുന്നത്. നമ്മൾ ഇന്നലെയൊക്കെ ചിന്തിച്ച ഒരു കാര്യം അതായത്, ദൈവം നമ്മളെ നിരന്തരം ഈ ഭൂമിയിൽ നമ്മളെ ആക്കിയിരിക്കുമ്പോൾ ഇവിടെ നിന്ന് നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി, അല്ലെ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നോ? ഈശോ പറയാണ്, ഞാൻ പോയി നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മളുടെ ജീവിതം, ഈ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നമ്മുടെ ഈ ശരീരം ഈ മണ്ണിൽ ഇങ്ങനെ ഉറച്ചിരിക്കുകയാണ്. നമുക്ക് മരണം എന്നൊക്കെ പറഞ്ഞാൽ അറിയാം, പക്ഷെ അതൊക്കെ ഇപ്പം പറയേണ്ട ആവശ്യം, അതൊക്കെ പിന്നീട് ഇപ്പം ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പം ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവ് തിരുസഭയിലൂടെ, ആഗോള സഭയിലെ വിശുദ്ധ കുർബാനയിലൂടെ, തിരുവചനങ്ങളുടെ ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതൊക്കെ ശരിയാണ്. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് അറിയാം. യോഹന്നാൻ 6 ഈശോ ഓർപ്പിച്ചൊരു വചനമാണ് നമ്മളെക്കുറിച്ച്. ഇന്നത്തെ വായനയല്ല. ആദ്യമേ നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുകയും അതോടൊപ്പം നിങ്ങളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് നൽകപ്പെടുമെന്നാണ്. എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രാഥമികമായ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് അറിവുള്ളതായി എന്ന് പറയുമ്പോൾ നമ്മൾ നിത്യതയിൽ ദൈവത്തോടു കൂടി ആയിരിക്കേണ്ടവരാണ്. ആ ഒരു ബോധ്യം, വിശ്വാസി എന്ന് പറഞ്ഞാൽ അതാണ്. തിരുസഭയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ ലോകത്തിലൊരു ജീവിതമുണ്ട്. നമ്മൾ ജനിക്കുന്നു, നമ്മൾ വളർന്നു വരും, നമ്മൾ പഠിക്കുന്ന, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ വിവാഹം, മക്കളുണ്ടാകുന്നു, കുടുംബമാകുന്നു, നമ്മൾ സമ്പാദിക്കുന്നു, നമ്മൾ ഈ അല്ലേ വണ്ടിയും വീടും കാറും ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇതെല്ലാം ദൈവത്തിന് അറിയാം. അതെല്ലാം ദൈവം ക്രമീകരിച്ചതാണ്. അതെല്ലാം ആണ് കർത്താവ് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് അറിയാം. ഇതൊന്നും നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് ഇതിനു വേണ്ടിയൊക്കെ തന്നെയല്ലേ. ഈശോ പറയാണ്, നിങ്ങൾ ആദ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കളാണ് നിങ്ങൾ എന്നുള്ളൊരു അറിവിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിനു വേണ്ടി ചോദിക്കേണ്ട ആവശ്യമില്ല. മക്കളെങ്കിൽ അവകാശികളും അത്രേ എന്ന് റോമർ 8 പൗലോസ് ഓർപ്പിച്ചതുപോലെ. അപ്പൊ ഇന്ന് പൗലോസ് നമ്മളെ തന്റെ ലേഖനത്തിലൂടെ കുർബാനയുടെ 1ാമത്തെ വായനയിൽ ഓർപ്പിക്കുന്നത് 1 കൊറിന്തോസ് 7-ാമത്തെ അധ്യായം, വിവാഹ ജീവിതം, പിന്നെ വിവാഹത്തില് കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവ് മരിച്ചുപോയവരെ കുറിച്ചൊക്കെയുള്ള ഒരു ബോധ്യം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അവിവാഹിതരെ പറ്റി കർത്താവിന്റെ കൽപ്പനയൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല, എന്നാൽ വിശ്വസ്തനായിരിക്കാൻ കർത്താവിൽ നിന്ന് കരുണ ലഭിച്ചവൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു. ഇതിൽ മനസ്സിലായി അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നില്ല എന്നാണ്. ആ വിവാഹം കഴിച്ച് ദൈവികമായ ഒരു അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞ് പിന്നെ അങ്ങനെ അങ്ങ് തുടരാമെന്ന് തീരുമാനം എടുത്തല്ലേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ പേരാണ് പൗരോഹിത്യത്തിലേക്ക്, സന്യാസ ജീവിതത്തിലേക്കൊക്കെ ആലോചനയുടെ തീരുമാനമെടുത്തുകൊണ്ട് പ്രവേശിച്ചിരിക്കുന്നല്ലേ. നമുക്ക് നന്ദി പറയാം. നമ്മൾ അറ്റ്ലാന്റ കൂട്ടായ്മയിൽ നിന്നും സാലി വയസ്സ് പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ഓർപ്പിച്ച സംഗീതം 103 പിതാവിന് മക്കളോടെന്ന പോലെ ദൈവത്തിന് തൻ്റെ ഭക്തരോട് അലിവുതോന്നു. തീർച്ചയായിട്ടും അത് പറയുമ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ ജോലച്ചന് വൈദികനായി പുരോഹിതനായി നിൽക്കുമ്പോൾ തന്നെയാണ് ഞാനത് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ ദൈവം എല്ലാ കാര്യങ്ങളും ഓരോരുത്തർക്കും ഒരു വിളിയുണ്ട്. ആ വിളിക്കനുസരിച്ച് ദൈവം നമ്മളെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളെ കൈപിടിച്ച് നടത്തുകയാണ്. ഇവിടെ അപ്പസ്തോലൻ പറയാണ്, അപ്പസ്തോലൻ വിവാഹം കഴിച്ചിരുന്നില്ല, ഒരു പുരോഹിതനായിരുന്നില്ല അന്ന്, പക്ഷേ ഒരു യഹൂദനായി
ജീവിക്കുമ്പോഴും അല്ലെ ക്രിസ്ത്യാനിയായി കഴിഞ്ഞിട്ടും പറയാണ്, ഞാൻ ദൈവത്തിൽ നിന്ന് കരുണ ലഭിച്ചെന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു. വീണ്ടും പറയാണ്, ആസന്നമായ വിപത്സന്ധി കണക്കിലെടുക്കും എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു മനോഭാവത്തിലാണ് പൗലോസ് പറയുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ, അന്ന് അപ്പസ്തോലന്റെ കാഴ്ച, ഇന്നല്ലെങ്കിൽ നാളെ എത്രയും വേഗം യേശു വരും. കാരണം കാൽവരിയിൽ പൂർത്തിയാക്കിയതാണ്, ബലി പൂർത്തിയാക്കിയതാണ്, മനുഷ്യവർഗം മുഴുവനും വേണ്ടി ബലി പൂർത്തിയാക്കിയതാണ്. അതുകൊണ്ട് സകല മനുഷ്യരെ നിത്യതയിൽ എത്തിക്കാനുള്ള വഴിയും സത്യവും ജീവനുമായ യേശു ആ പദ്ധതി പൂർത്തിയാക്കിയത് കൊണ്ട് എത്രയും വേഗം വീണ്ടും വരും വാനമേഘങ്ങളിൽ എല്ലാവരെയും ചേർത്തുകൊള്ളുവാൻ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ അതിനുവേണ്ടി തീവ്രമായിട്ട് അഭിലഷിച്ചിരുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹം. ഇങ്ങനെ പറയാണ്, ആസന്നമായ വിപത്സന്ധി കണക്കിലെടുക്കുമ്പോൾ ഓരോരുത്തരും ഇപ്പോഴത്തെ നിലയിൽ തുടരുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ കരുതുന്നു. നീ സഭാര്യനാണ് എന്ന് പറഞ്ഞാൽ വിവാഹിതനാണെങ്കിൽ സ്വതന്ത്രനാകാൻ ശ്രമിക്കേണ്ട. നീ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ, വിവാഹിതനായില്ലെങ്കിലും കുഴപ്പമില്ല, വിവാഹിതനാകുകയും വേണ്ട. നീ വിവാഹം കഴിക്കുന്നെങ്കിൽ അതിൽ പാപമില്ല. കന്യക വിവാഹിതയായാൽ അവളും പാപം ചെയ്യുന്നില്ല. എന്നിരിക്കലും വിവാഹിതരാകുന്നവർക്ക് ലൗകിക ക്ലേശങ്ങൾ ഉണ്ടാകും. അതിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കാനാണ് എൻ്റെ ശ്രമം. സഹോദരരെ, സമയം പരിമിതമാണ്. അദ്ദേഹം 1 കൊരിന്തോസ് 7-ാം-അധ്യായം 29 സഹോദരരെ, സമയം പരിമിതമാണ്. ഇനിമേൽ ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും നോക്കി എന്ന് പറഞ്ഞാൽ നിത്യത ലക്ഷ്യമാക്കി ആയിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം. കുടുംബജീവിതത്തിന്റെ ആനുകൂല്യങ്ങളും ഭാര്യാഭർത്തൃ ബന്ധങ്ങളും ഒക്കെ അതൊക്കെ അനുവദനീയമാണ്. പക്ഷേ അതിലേക്കല്ല നിങ്ങളുടെ നോട്ടം ഇന്നല്ലെങ്കിൽ നാളെ ഏത് നിമിഷവും കർത്താവിന്റെ വരവെങ്കിൽ നിത്യതയിലേക്ക് ചേർക്കപ്പെടാനും ആ ഒരു കാഴ്ചപ്പാടോടെ ആയിരിക്കട്ടെ നിങ്ങളുടെ കുടുംബജീവിതം പോലും എന്നാണ് അദ്ദേഹം ഓർപ്പിക്കുന്നത്. ശരീരത്തിൽ ജീവിക്കുന്ന നമ്മളോടാണിത് പറയുക. സമയം പരിമിതമാണ്. ഇനിമേൽ ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും, വിലപിക്കുന്നവർ വിലപിക്കാത്തവരെ പോലെയും, ആഹ്ലാദിക്കുന്നവർ ആഹ്ലാദിക്കാത്തവരെ പോലെയും, വാങ്ങുന്നവർ ഒന്നും കൈവശമില്ലാത്തവരെ പോലെയും. നമുക്കൊന്നും സ്വന്തമല്ല, ഇതൊന്നും നിലനിൽക്കുന്നതല്ല, നമുക്കുണ്ടെന്ന് പറയുന്നതൊന്നും നമ്മുടേതല്ല. യഥാർത്ഥത്തിൽ ഇത് കൈവിട്ടു പോകേണ്ടതാണ്, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകേണ്ടതാണ്. ആ ഒരു മനോഭാവം കൈവശമില്ലാത്തവരെ പോലെയും, ലോക കാര്യങ്ങളിൽ ഇടപെടുന്നവർ ഇടപെടാത്തവരെ പോലെയും ആയിരിക്കട്ടെ. എന്നാൽ ഈ ലോകത്തിന്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ വായന ഏതാണ്? സുവിശേഷത്തിലും ഇന്ന് ഈശോ സഭയിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നത് മലയിലെ പ്രശ്നമാണ്, അല്ലെങ്കിൽ യേശുവിന്റെ ദൗത്യം. യേശു എന്തിനാണ്? യേശുവിന്റെ അജണ്ട, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ അജണ്ട പ്രഖ്യാപനം. ഒരു ഗവൺമെന്റ് വരുമ്പോൾ, ആ സ്ഥാനമേൽക്കുമ്പോൾ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ ഒക്കെ പറയും, ഇന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടു, അമേരിക്കയിലെ ഡിബേറ്റ്സ് ഒക്കെ നടക്കും, ഇന്നലെ എന്നൊക്കെ നമ്മൾ കേട്ടു. അപ്പൊ എന്താണ് ഓരോരുത്തരും ചെയ്യാൻ പോകുന്നതെന്ന് അവർ പ്രഖ്യാപിക്കുകയായിരുന്നു. അവർ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാൻ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ ദേശത്തിനോട്, ഈ രാജ്യത്തിനു വേണ്ടി പിന്നെയോ ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം അജണ്ട തീരുമാനം എടുക്കാനെന്ന്. നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സഭാജീവിതത്തിലും രാജ്യങ്ങളായാലും ദൈവത്തെ മറന്നൊന്നും ചെയ്യാൻ പാടില്ല എന്നൊരു ചിന്തയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. കാരണം ദൈവമാണ് എല്ലാത്തിൻ്റെ അധിപതി അൾട്ടിമേറ്റ്ലി. അപ്പോൾ സുവിശേഷത്തിൽ ഇന്ന് സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ചാണ് മലയിലെ പ്രസംഗം എന്നൊക്കെ മത്തായി പറയുന്ന ഇന്ന് ലൂക്ക 6 സുവിശേഷ ഭാഗ്യങ്ങള്. അവൻ ശിഷ്യന്മാരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളിച്ചെയ്തു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ലോകം പറയുന്ന സമ്പന്നരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, കാരണം ഈ സമ്പത്തെല്ലാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും, നിങ്ങൾ സന്തോഷിക്കുക, അടിച്ചു പൊളിക്കുക, ആനന്ദിക്കുക എന്ന് ലോകം പറയുമ്പോൾ ദൈവരാജ്യത്തിന്റെ അജണ്ട യേശുവരാണ്. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടെ എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ് ദൈവരാജ്യത്തിലേക്ക് ഒരു ദരിദ്രനെ പ്രവേശിക്കാം. കാരണം ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഇതെല്ലാം ആരുടേതാണ്? ഈ സമ്പാദിച്ചതെല്ലാം ആരുടേതാണ്? ലൂക്ക 12 ഒരു ധനവാൻ ഇങ്ങനെ ഭോഷനായ ധനികനെന്നാണ് ഈശോ ഓർപ്പിക്കുന്നത്.
അല്ലെ അവിടെ ആ ലൂക്ക 12:20 ഒരു വചനമുണ്ടല്ലോ. അവൻ പറയാണ്, ഞാൻ എൻ്റെ അറപ്പുരകളൊക്കെ സമൃദ്ധമായ വിളവുണ്ടായപ്പോൾ എൻ്റെ അറപ്പുരകളൊക്കെ പൊളിച്ച് വിസ്തൃതമാക്കി ഞാൻ എന്നോട് തന്നെ പറയും, എൻജോയ്, ഐ ഹാവ് എവറിത്തിങ് ഓൾ അല്ലെ എൻ്റെ വരും തലമുറക്ക് 2-3 തലമുറയ്ക്ക് സുഖമായി ഒരു ബുദ്ധിമുട്ടില്ലാതെ കഴിയാനുള്ള സമ്പത്ത് ഇപ്പോൾ എനിക്കുണ്ട്. അതുകൊണ്ട് ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. അനേക വത്സരത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നു കുടിച്ച് ആനന്ദിക്കുക. 12:20 ലൂക്ക 12:20. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഹോശ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. ഇതൊരു സത്യമായ കാര്യമാണ്. നമ്മുടെ ആത്മാവ് ഈ ശരീരം വിട്ട് നിത്യതയിലേക്ക് പോകേണ്ടതാണ്. അതാണ് മരണമെന്ന് നമ്മൾ കഴിഞ്ഞ് ചിന്തിച്ചു. അത് ഉറപ്പായ കാര്യമാണ്, ചിന്തിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഫോഷ എന്ന് കർത്താവ് തന്നെ പറഞ്ഞത്. ഇതെല്ലാം വെറുതെയാണ്, ഒന്നും നിന്റേതല്ല, നീ പറയുന്നതൊന്നും അല്ല. ഫോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. സമ്പന്നനാകുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം അബ്രഹാം ആ ദേശത്ത് ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. പക്ഷെ നമ്മൾ അതിനുവേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഈ സമ്പന്നത്തിന് വേണ്ടി മാത്രമാണ്. നമ്മുടെ ആത്മാവ് നിത്യതയിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു, ഈ ലോകത്തിലെ ജീവിതം ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ അതാണ് ദൈവത്തിന്റെ കാഴ്ചപ്പാട്. എത്രയും വേഗം നമ്മൾ ഇന്നലെ കണ്ടു, യേശുവിനെ കണ്ടുമുട്ടി നമ്മുടെ ആത്മാവ് ഒറ്റയ്ക്കാകാതെ അനാഥമായി പോകാതെ നിത്യതയിൽ അവന്റെ വെളിച്ചത്തിൽ അവന്റെ പ്രകാശത്തിൽ അവനോട് ആയിരിക്കും ഈ ലോകത്തിൽ വെച്ച് തന്നെ യേശുവിനെ സ്വന്തമാക്കിക്കൊണ്ട് മരണത്തിലേക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കുക, മരണം കഴിഞ്ഞിട്ട്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളത് അറിയാതെ പലപ്പോഴും ഈ ലോകത്തിൽ പേരും പ്രശസ്തി സമ്പത്ത്, നമ്മുടെ മനുഷ്യ സ്വഭാവം അങ്ങനെയാണ്. അതൊന്ന് ചിന്തിക്കുവാനായിട്ടാണ് ഈശോ ആവശ്യപ്പെടുന്നത്. പൗലോസ്ലീഹ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. വീണ്ടും 1 കൊരിന്തോസ് 15-ാമത്തെ അധ്യായത്തിൽ മരണത്തെക്കുറിച്ച് ഉത്ഥാനത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഭാഗത്താണ്, മരിച്ചവരുടെ ഉത്ഥാനം എന്ന് പറയുന്ന ഭാഗത്ത് അതിന് താഴെ ഇങ്ങനെ പറയുന്നുണ്ട്. 1 കൊരിന്തോസ് 15-19 പറയുന്നുണ്ട്, ഈ ജീവിതത്തിന് എന്ന് പറഞ്ഞാൽ ഈ ലോക ശരീരത്തിലുള്ള ഈ ലോക ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. എത്രയോ പേരാണ് ലോകത്തിൽ ദൈവത്തെ അറിയാതെ ലോകത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും എത്രയോ ജാതി ജനതകളുണ്ട്, അവരെല്ലാം പ്രാർത്ഥിക്കുന്നു. എന്തിനാ അവർ പ്രാർത്ഥിക്കുന്ന? എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറേയധികം ആൾക്കാർ പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിന്റെ കാര്യം. നമ്മുടെ ഈ ലോകത്തിന്റെ കാര്യം, ദൈവത്തോട് വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഈ ലോകത്തിന്റെ കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് ഈശോ പറഞ്ഞത്, എല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ്, ഇതൊന്നും ചോദിക്കുക പോലും വേണ്ട, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുക പോലും വേണ്ട, ഇതെല്ലാം ദൈവത്തിന് അറിയാം. പൗലോസ് പറയാണ്, നമ്മൾ അതുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് ദൈവത്തെ വിളിക്കുന്നതെങ്കിൽ നമ്മൾ വെറും മണ്ടന്മാരാണ്, നമ്മുടെ സമയം വെറുതെ കളയാന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. അപ്പോൾ സുവിശേഷ ഭാഗ്യങ്ങളിൽ ഈശോ ഓർപ്പിക്കുകയാണ്, ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ. ഇതെല്ലാം നമ്മൾ കോൺട്രഡിക്റ്ററി ആണ് കേട്ടോ. വചനം മുഴുവനും നമ്മൾ ലോകം ചിന്തിക്കുന്നത് പോലെ അല്ല, അതൊന്നും അല്പം ചിന്തിക്കാൻ വേണ്ടിയാണ് ഈശോ പരിശുദ്ധാത്മാവ് ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാക്കപ്പെടും. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം എന്ന് പറഞ്ഞാൽ യേശു നാമത്തെ പ്രതി മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി നിങ്ങൾ തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ. പണം കൈ കിട്ടിയതുകൊണ്ടോ ലോകത്തിലുള്ള എല്ലാം ഉള്ളതുകൊണ്ടല്ല, ക്രിസ്തുവിനെ പ്രതി സഹനമുള്ളപ്പോൾ കുതിച്ചു ചാടി സന്തോഷിക്കാൻ അല്ലേ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് നമ്മൾ ഈ 3 യുവാക്കളെ തീജ്വാലയുടെ നടുവിൽ ദൈവത്തെ സ്തുതിക്കുന്നതും പൗലോസ് അപ്പോസ്തലനും സീലാസും കാരാഗൃഹത്തിന്റെ അടിത്തറയിൽ ദേഹം മുഴുവനും മുറിവേറ്റ് ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ ആർത്തുപാടി അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ? ദൈവത്തിന്റെ വഴിയിലാണ്, ദൈവം അറിയുന്നു എന്നുള്ള ബോധ്യത്തിലാണ് അവരുന്നത്. അപ്പോൾ നിങ്ങൾ സന്തോഷിച്ച് കുതിച്ചാണ്. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരുടെ ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത്. എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു, ഈ ലോകത്തിൽ തന്നെ കിട്ടിക്കഴിഞ്ഞു, നിത്യതയ്ക്കുള്ള കാര്യം മറന്നുപോയി അല്ലേ. ഇന്നലെ ചിന്തിച്ച 10 കന്യകൾ, കഴിഞ്ഞ ചിന്തിച്ച 10 കന്യകളിൽ 5 പേര്
അവർ അലസരായി ലോകത്തിൻ്റെതായ കാര്യങ്ങൾ മാത്രം വ്യാപരിച്ചുകൊണ്ടെന്ന് കർത്താവിൻ്റെ മണവാളൻ വന്നപ്പോൾ ഒരുക്കമില്ലായിരുന്നുകൊണ്ട് അവർ എണ്ണ മേടിക്കാൻ പോയപ്പോൾ കഥകടച്ച് അവർക്ക് ഉള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന്. അപ്പം നമ്മൾ ഈ ലോകത്തിൽ അലസരായി കഴിയാതെ നമുക്ക് ജീവിക്കണം. പണം ഉണ്ടാക്കിക്കോ, കുടുംബജീവിതം സന്തോഷിച്ചു ആനന്ദിച്ചോ. പക്ഷേ ഒരു കാര്യം, നമ്മൾ കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് അവനെ നോക്കിയിരിക്കുന്നവരായി ജീവിക്കണമെന്നാണെന്ന് പറയാം. വെറും ലോകത്തിൻ്റെ ജീവിതം സന്തോഷിക്കാനുള്ളതല്ല ഇതെന്ന് അല്ലെ, നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ അടിച്ചു പൊളിച്ച് ആനന്ദിക്കാനല്ല എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നാണ് ഈശോ പറയുന്നത്. സന്തോഷിച്ച, പക്ഷേ ദൈവം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഒരു കണ്ണ് ആകാശത്തിലേക്ക് അല്ലെ കിഴക്കോട്ട് നോക്കി കിഴക്കേ ചക്രവാളത്തിലേക്ക് നോക്കിയിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവൻ്റെ വരവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് മിന്നൽ പിണർ പോലെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പെട്ടെന്നായിരിക്കും എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ആത്മീയമായിട്ടാണ്. എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആകാശത്തിലേക്ക് നോക്കിയിരിക്കുക എന്നുള്ളതല്ല, അവൻ്റെ വചനത്തിൽ അവൻ പറഞ്ഞിരിക്കുന്നത് പോലെ സംഭവിക്കുന്ന അറിഞ്ഞുകൊണ്ട് അവൻ്റെ വരവിനെ വേണ്ടി കാത്തിരിക്കുന്നവരായി തീരുമെന്നാണ് ഈശോ ഓർപ്പിച്ചത്. അല്ല, ഈ യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ പീലാത്തോസ് യേശുവിനെ വിധിക്കായി നിൽക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ. പല കാര്യം പറഞ്ഞു, എനിക്ക് നിന്നെ വിട്ടയക്കുവാനും ക്രൂശിക്കാനും ഒക്കെ എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്ക് അറിയുന്നില്ലേ എന്ന് പീലാത്തോസ് ചോദിക്കുമ്പോൾ ഈശോ പറഞ്ഞു, ദൈവത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് കിട്ടിയതല്ല, നിനക്ക് ഒരു അധികാരമില്ല. ഇപ്പോൾ ഞാൻ നിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നതും അത് ദൈവം തന്നുമാണ്, ദൈവം നിശ്ചയിച്ചതാണ് ഞാനിപ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അവിടെ പല കാര്യങ്ങളും എന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ്. യോഹന്നാൻ 18 അവൻ ചോദിക്കുന്നുണ്ട്, പീലാത്തോസ് വീണ്ടും അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പ്രതിച്ചു, നീ ഇത് സ്വയമേ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ, നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ഒറ്റവാക്കാണ്, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഈ ലോകത്തിൽ നിന്നല്ല, പിന്നെയോ വരാനിരിക്കുന്ന നിത്യതയുടെ രാജാവാണ് ഞാൻ. ഒരിക്കൽ അവസാനിക്കാത്ത രാജ്യത്വമാണ് എൻ്റേത്. ഞാൻ ഇവിടെ സന്ദർശിക്കാൻ വന്നതാണ്. ഇവിടെയുള്ള ദൈവമക്കളെയും ഇവിടെ നിന്ന് നിത്യതയിലേക്ക് കൊണ്ടുപോകാനായി അവരെ അറിയിക്കാനും ബോധ്യപ്പെടുത്താനും അവരെ വീണ്ടെടുക്കാനും വേണ്ടി വന്ന രാജാവാണ്. ഐഹികമല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പിന്നെ പീലാത്തോസ് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, നീ എവിടെ നിന്നാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ അറിയേണ്ട കാര്യം, ഈ ലോക ജീവിതം ഉണ്ട്, സുഖമായിട്ട് നല്ലതായിട്ട് ജീവിതം, പക്ഷേ ഇവിടെ നമ്മൾ കടന്നു പോകേണ്ട, ഇന്നല്ലെങ്കിൽ നാളെ കടന്നു പോകേണ്ടവരാണ് എന്നുള്ള ഒരു ബോധ്യം. പത്രോസ്ലീഹ വീണ്ടും പൗലോസ്ലീഹ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് തെസ്സലോനിക്ക ലേഖനത്തിൽ. അതായത് നമ്മൾ ഈ ലോകത്ത് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുവാനായിട്ട് 1 തെസ്സലോനിക്ക 4 പറയുന്നത്, സഹോദരി, അവസാനമായി ഞാൻ കർത്താവ് യേശുവിൽ നിങ്ങളോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു, ജീവിക്കേണ്ടതും ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതും എങ്ങനെയെന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചു. അപ്പോസ്തലന്മാരിൽ നിന്ന്, വിശുദ്ധരിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചു. അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് പോലെ ഇനിയും മുന്നേറുവിൻ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഏതെല്ലാം അനുശാസ്ത്രങ്ങളാണ് നൽകിയതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വീണ്ടും പറയാണ് 1 തെസ്സലോനിക്ക 4:3, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത് എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ദൈവത്തെ അറിയാത്തവരാണ്. കാമവികാരങ്ങൾ, ലൈംഗിക വികാരങ്ങൾ, അതിനുവേണ്ടി ആ ഒരു സുഖത്തിനു വേണ്ടി മാത്രം ലോകത്തിൽ ജീവിക്കുകയാണെന്നുള്ളൊരു തെറ്റായ ചിന്തയുണ്ടല്ലോ. ദൈവത്തെ അറിയാത്തവര് അങ്ങനെ ആകരുത് എന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നവർ ആകരുത് എന്നാണ് പറയുന്നത്. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. അതും ദൈവം തന്നൊരു കൃപയാണ് ലൈംഗികത. അത് ദൈവത്തിന് ഉദ്ദേശമുണ്ട് എന്നുള്ള അറിവിൽ ഇല്ലേ പലപ്പോഴും ചിന്തിച്ചാണ് കുടുംബ ജീവിതത്തിൽ ദൈവം ആശീർവദിച്ച് അനുഗ്രഹിച്ച് ദൈവത്തിന് മക്കളുണ്ടാകാൻ വേണ്ടി ദൈവത്തിൻ്റെ ഒരു സംവിധാനമാണ് അത് എന്നറിയാൻ. ഇത് പറയുമ്പോഴും 1 ദിവസം 7 പലപ്പോഴും ചിന്തിച്ച് കുറേ കാര്യങ്ങളൊക്കെ ധ്യാനിക്കുന്ന നല്ലതായിരിക്കും. നമ്മൾ ഇത് പറയാണ്,
ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ, എന്നല്ല വ്യഭിചാരം, വഴിപിഴയ്ക്കുന്നതിനാണ് വ്യഭിചാരം. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വഴിതെറ്റി ചരിക്കുക, ദൈവത്തിൻ്റെ വഴിവിട്ട് ആ മേഖലയിൽ ചരിക്കുന്നതിനാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. കാരണം എന്താ? അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കരുത്. അവർ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ അവരുടെ ഇടയിൽ കയറി ഇതിനു വേണ്ടി അവരുടെ അന്യൻ്റെ ഭാര്യയോ അന്യൻ്റെ ഭർത്താവിനെയോ ഒന്നും ആഗ്രഹിക്കരുത്. അത് വഴിപിഴയ്ക്കുന്നത് ദൈവനീതിക്ക് എതിരാണ് എന്ന് ഓർപ്പിക്കുകയാണ് പൗലോസ് പറയുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിൽ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. വീണ്ടും എന്താ പറയുന്നത്? 1 തെസ്സലോനിക്ക 7 അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ദൈവവിളി എന്താ? നമ്മൾ പറയും എൻ്റെ ദൈവവിളിയെ, എനിക്ക് പുരോഹിതൻ പറയും എൻ്റെ ദൈവവിളി ഒരു പുരോഹിതനാവുക എന്നുള്ളതായിരുന്നു. കന്യാസ്ത്രീ പറയും ഒരു കന്യാസ്ത്രീയാകുക എന്നുള്ളതായിരുന്നു. കുടുംബജീവിതം നയിക്കുന്നവർ പറയും ഞങ്ങൾ കുടുംബജീവിതത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. വിവാഹം കഴിക്കാതെ ജീവിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളതാണ് ദൈവവിളി എന്ന് പറയുമ്പോൾ ഈ വിളി എന്താ? ദൈവവിളിക്കുള്ളിൽ വേറൊരു വിളിയുണ്ട്. ദൈവത്തിൻ്റെ യഥാർത്ഥ വിളി നമ്മളെ കുടുംബജീവിതത്തിലോ പൗരോഹിത്യത്തിലോ കന്യാസ്ത്രീ ആയിരിക്കും എന്നുള്ളതല്ല, അത് ഉള്ളതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. ഏത് ജീവിതത്തിലാണെങ്കിലും ഏത് വിളിയിലാണെങ്കിലും വിശുദ്ധിയിലായിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ദൈവവിളി. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ് ദൈവവിളി. വിശുദ്ധി ജീവിക്കുക. അതിനാൽ ഈ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല, പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ പൗലോസ് ഓർപ്പിച്ചത്. കാരണം ഈ ജീവിതം ഇവിടം അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് പെട്ടെന്നാണെന്ന് ഓർപ്പിക്കുന്നത്. അതേക്കുറിച്ച് പത്രോസ്ലിയ ഒരു റെഫറൻസ് പറഞ്ഞുണ്ട് പൗലോസിനെ ഓർപ്പിച്ചുകൊണ്ട് ഈ കാര്യം പറഞ്ഞതിനെക്കുറിച്ച്. ഞാൻ വായിക്കുകയാണ്. പത്രോസ്ലിയ 2-ാം ലേഖനം 2 പത്രോസ് 3 പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന 2ാമത്തെ ലേഖനമാണല്ലോ ഇത്. ആദ്യത്തെ മാർപ്പാപ്പ എഴുതിയ ചാക്രി ലേഖനം പോലെ കണ്ടാൽ മതി. ഈ 2 ലേഖനങ്ങളിലും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ നിഷ്കളങ്ക മനസ്സിനെ ഞാൻ ഉണർത്തുകയാണ്. വിശുദ്ധ പ്രവാചകന്മാരുടെ വചനങ്ങളും നിങ്ങളുടെ അപ്പസ്തോലന്മാർ വഴി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കർത്താവായ രക്ഷകന്റെ കൽപ്പനയെ നിങ്ങൾ അനുസ്മരിക്കുവിൻ. ആദ്യം തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. അവർ പറയും, അവന്റെ പ്രത്യാഗമനത്തെ എന്ന് പറയുന്ന യേശുവിൻ്റെ 2ാമത്തെ വരവിനെ കുറിച്ചുള്ള വാഗ്ദാനം എവിടെ? കുറേ നാളായി കേൾക്കുന്നു, ഇവിടെ ഇതുവരെ വന്നില്ലല്ലോ, അതൊക്കെ ചുമ്മാതാണെന്ന് പറയും. എന്നാൽ പിതാക്കന്മാർ നിദ്ര പ്രാപിച്ച നാൾ മുതൽ സകല കാര്യങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടായിരുന്ന സ്ഥിതിയിൽ തന്നെ തുടരുകയാണല്ലോ. ദൈവത്തിന്റെ വചനത്താൽ ആകാശം പണ്ട് തന്നെ ഉണ്ടായെന്നും ഭൂമി വെള്ളത്താൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അന്നത്തെ ആ ലോകം വെള്ളത്താൽ നശിച്ചുവെന്നും ഉള്ള വസ്തുതകൾ അവർ വിസ്മരിക്കുന്നു. വിധിയുടെയും ദുഷ്ടമനുഷ്യരുടെ നാശത്തിന്റെയും ദിനത്തിൽ 2ാമത്തെ വരവിനെ കുറിച്ചാണ് പറയുക. അഗ്നിക്ക് ഇരയാകേണ്ടതിന് ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും അതേ വചനത്താൽ തന്നെ സൂക്ഷിക്കപ്പെടുന്നു. വീണ്ടും പത്രോസ്ലിയ പറയുകയാണ് 2 പത്രോസ് 3:8 പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മളിന്ന് പല കാര്യങ്ങളും ശാസ്ത്രജ്ഞർ പറയുമ്പോൾ എത്രയും മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് പഴക്കമുണ്ട് ഭൂമിക്ക് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്നാ, കർത്താവിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് രാത്രി നമ്മളെ 1000 വർഷങ്ങളൊക്കെ പറഞ്ഞ കർത്താവിന് ദൈവത്തിന് ഒരു യാമം, ഒരു നിമിഷം അല്ലെ ഒരു മണിക്കൂർ പോലെയുള്ള 1000 വർഷങ്ങൾ. അപ്പം സൂര്യനുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞ സൃഷ്ടികർമ്മത്തിൽ ഉൽപ്പത്തി പറഞ്ഞിരിക്കുന്നത് സൂര്യനുണ്ടാകുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വർഷം എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി മില്യൺസ് ഓഫ് ഇയേഴ്സ്. ഒരു ദിവസം എന്ന് പറയുന്നത് അതാണ് പറഞ്ഞത്. അപ്പോൾ പത്രോസ് ഓർപ്പിക്കുകയാണ്, കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. കാലവിളംബത്തെ എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ചിന്തിക്കണം, ആരും നശിച്ചു പോകാതെ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾ പോലും നഷ്ടപ്പെട്ടു. യോഹന്നാൻ 6:39 പിതാവ് അവിടെ നിന്ന് എനിക്ക് നൽകിയ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതെ. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഏത് പാപിയാണെങ്കിലും വീണ്ടെടുക്കാൻ നിങ്ങൾ ചിന്തിച്ചു നമ്മളെയും കൊണ്ടേ പോകുള്ളൂ എന്ന്.
നമ്മളെ വീണ്ടെടുക്കാൻ തീരുമാനമെടുത്ത്. അതുകൊണ്ടാണ് നമുക്ക് സഹനങ്ങളും വിശുദ്ധീകരണങ്ങളും ഉണ്ടാകുന്നത്. കാരണം അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയുള്ള വിശുദ്ധി. കർത്താവിൻ്റെ ദിനം ഇതാണ്. വീണ്ടും പറയാണ്, അതായത് ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഇന്നലെ ചിന്തിച്ചു, റോമർ 2 പറഞ്ഞില്ലേ, 4-ാമത്തെ വചനം, കർത്താവ് ഇപ്പോൾ കരുണ കാണിക്കുന്നെങ്കിൽ അവൻ്റെ ദീർഘക്ഷമയാണ്, ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞ് അവൻ കാത്തിരിക്കുകയാണ് നമ്മളെ അനുദപിക്കാൻ വേണ്ടിയിട്ട്. കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും. 2 പത്രോസ് 3:10. കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും, അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. ഇപ്പൊ കാണുന്ന ഇതെല്ലാം മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും, ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഇവയെല്ലാം നശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്ന. ത്വരിതപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അവിടേക്ക് പ്രവേശിക്കാനായിട്ട് 10 കന്യകൾക്ക് പറ്റിയ പോലെ, 5 പേർക്ക് മടിയരായിരുന്നവർക്ക് പറ്റിയ പോലെ, എണ്ണ മേടിക്കാൻ പോയപ്പോൾ വന്നതുപോലെ നമുക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ത്വരിതപ്പെടുത്തുക. നമ്മുടെ അവനോടുള്ള അടുപ്പം ത്വരിതപ്പെടുന്ന പെട്ടെന്നാകാൻ അവിടെ പറയുന്നു. ത്വരിതപ്പെടുത്തുകയും ചെയ്യുവാൻ നീതി നിവസിക്കുന്ന പുതിയ ആകാശവും, ഞാൻ പറയാം യേശുവിൻ്റെ രാജ്യം, നിത്യത, നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം കാത്തിരിക്കുന്നു. ഒരു പുതിയ ജീവിതം നമുക്കുണ്ട്, അത് വാഗ്ദാനം ചെയ്ത കർത്താവ്. പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറയുമ്പോൾ ഇതെല്ലാം രൂപമാറ്റം സംഭവിക്കും. കർത്താവെല്ലാം നവീകരിക്കും, പുതുതാക്കും. ദൈവത്തിൻ്റെ ആത്മാവിൽ ഒരിക്കലും അവസാനിക്കാത്തൊരു നിത്യതയുടെ ഒരു വാഗ്ദാനമാണ് കർത്താവ് നമ്മോട് പറയുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. ഇത് നമ്മളെല്ലാവരും ആരും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇപ്പോഴും അവിടുന്ന് വരാൻ താമസിക്കുന്നത്. അല്ലെ, അവർ ചോദിച്ചു, കർത്താവേ എപ്പോഴാണ് എൻ്റെ വരവ് എന്ന്. അപ്പോൾ ഈശോ പറഞ്ഞത് പിതാവിനല്ലാതെ പുത്രന് പോലും അറിയില്ല എന്ന് പറയുമ്പോൾ യേശു അത് പറഞ്ഞത് അറിയില്ല എന്നുള്ളത്, അത് പിതാവിൻ്റെ കരുണയുടെ ഒരു വലിയ രഹസ്യമാണ്. അല്ലെ, നമ്മൾ ഈ വിശുദ്ധ ഫൗസ്റ്റീനാട് ഈശോ വെളിപ്പെടുത്തിയ കരുണ, ദൈവ കരുണ. നമ്മൾ ഈ കരുണയുടെ പ്രാർത്ഥന ആയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്, കരുണയായിരിക്കണം ഈശോയുടെ പീഡാസഹനത്തെ ഓർത്ത്. നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. നമ്മുടെ പ്രിയപ്പെട്ട, അതാണ് ഇപ്പോൾ പറഞ്ഞത്, പൗലോസ് പറഞ്ഞതിനെ കുറിച്ചാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഇക്കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളിലും അവൻ എഴുതിയിരിക്കുന്നത്. മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങൾ അവയിലുണ്ട്. അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായ ചിലർ മറ്റു വിശുദ്ധ ലിഖിതങ്ങളെ പോലെ അവയും തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇക്കാര്യം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ദുഷ്ടരുടെ തെറ്റിനെ അനുകരിച്ച് നിങ്ങൾ സ്ഥൈര്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ. അവന് ഇപ്പോഴും എപ്പോഴും മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദൈവകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.